ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് 3 അടിപൊളി DIY ക്രാഫ്റ്റാണ്. വീഡിയോ മുഴുവനായി കാണുക. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ ഇവിടെ പറയുകയാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് യൂസ് ഇല്ല എങ്കിലും ഒന്ന് ലൈക്ക്, കാരണം കഷ്ടപ്പെട്ട് ചെയ്തില്ലേ, കുറച്ച് സമയം ചിലവാക്കിയാണ് ഇതൊക്കെ ചെയ്തതും. അതോടൊപ്പം തന്നെ പ്ലസ് എഡിറ്റിംഗ്. അപ്പോൾ കുറച്ചധികം സമയം ചിലവാക്കിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ എത്തിച്ചിട്ടുള്ളത്. ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തത് എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഇഷ്ടത്തോടെയാണ് ഓരോന്നും ചെയ്യുന്നത്. പിന്നെ ഇത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കുറച്ച് കഷ്ടപ്പാട്, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഞാൻ ചെയ്യുന്ന ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും പോരായ്മകൾ, കുറ്റങ്ങൾ, കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്തേക്ക്, ഞാൻ വായിച്ചേക്കാം. മറുപടി തരേണ്ടതിനാണെങ്കിൽ മറുപടി തരാം. പിന്നെ ഇത്രയും ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്ക്. എല്ലാവരും വഴിക്ക് പോട്ടെ. ഞാനൊരു വീട്ടമ്മയാണ്. എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഈ ക്രാഫ്റ്റ് എന്തെങ്കിലും ചെയ്യാറുണ്ട്. പിന്നെ ചെറുതായിട്ട് ഡ്രോയിങ് ഒക്കെ വരയ്ക്കാറുണ്ട്. ഈ കാർട്ടൂൺസാണ് വരയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. കൂടുതലും വാൾ പെയിൻറ്റിങ്, വാളിൽ വരയ്ക്കാനാണ് എനിക്കിഷ്ടം. ഒത്തിരി സ്ഥലങ്ങളിൽ വരച്ചിട്ടുണ്ട്. 2 ഹോട്ടലിൽ വരച്ചിട്ടുണ്ട്. പിന്നെ വീടുകളിലൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഇതാണ് ചെറിയൊരു പേയ്മെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് ഈ ഡ്രോയിങ്, കാർട്ടൂൺസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ ഇതുപോലെയുള്ള ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ, ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ കൊറോണ സമയത്താണ് എനിക്ക് ഇതിനോടൊക്കെ എന്തെങ്കിലും, ഞാൻ അതുവരെ വീഡിയോസേ കാണത്തുള്ളൂ, എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല അതുവരെ. അപ്പം അത് കഴിഞ്ഞിട്ടാണ്, അപ്പോഴൊന്നും എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ന്യൂസ് പേപ്പർ, പിന്നെ ഫെവിക്കോൾ, അങ്ങനെ എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ കാണും, ഉള്ളത് വെച്ച് ഓണം പോലെ. അപ്പോൾ എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് ആ സംഭവങ്ങളൊക്കെ വെച്ച് പതിയെ പതിയെ ഓരോ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഞാൻ ഈ ക്രാഫ്റ്റിനെ ഇഷ്ടപ്പെടാനും തുടങ്ങി. ബോട്ടിൽ ആർട്ടൊക്കെ ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും എൻ്റെ കയ്യിലില്ല, കാരണം അപ്പോഴേ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഓരോരുത്തരൊക്കെ ചെയ്യണ കാണുമ്പം അയ്യോ ഇതുപോലെ എനിക്കും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേ യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങണം ഒരു ഐഡിയ എനിക്കില്ല. പിന്നെ സിഗ്നലാണ് മെയിൻ പ്രശ്നം. പിന്നെ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു, അതും കൊറോണ സമയത്തായിരുന്നു. പിന്നെ 1 വർഷം കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ ആയി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതും കഴിഞ്ഞ് കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ചെറിയൊരു കേക്ക് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് അത്യാവശ്യം എനിക്ക് ഓർഡേഴ്സൊക്കെ കിട്ടി തുടങ്ങിയ സമയമായിരുന്നു. ഏട്ടൻ്റെ ചേച്ചിക്ക് ജോലിയായി. പിന്നെ ഏട്ടൻ്റെ അമ്മ അങ്ങ് പോവേണ്ടി വന്നു. പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കായി. ഏട്ടൻ കോയമ്പത്തൂരിലാണ്. പിന്നെ എനിക്ക് അവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി. അങ്ങനെ ഞാൻ അവിടെ ഒറ്റയ്ക്കാണ്, ഞാനും കുഞ്ഞും. പിന്നെ വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കും കുറേ ദിവസം. പിന്നെ ഏട്ടൻ വരുമ്പോൾ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോകും. അങ്ങനെയായിരുന്നു. അതും എൻ്റെ അമ്മയും പപ്പയും നിൽക്കുന്നത് ചേച്ചിയുടെ കൂടെ, ചേച്ചിയുടെ വീട്ടിലാണ്. ഞങ്ങൾ 3 പെൺമക്കളാണ്. ഞാൻ ഏറ്റവും ഇളയ ആളാണ്. അപ്പോൾ എൻ്റെ കല്യാണം കൂടെ കഴിഞ്ഞ ശേഷം അമ്മ ഒറ്റയ്ക്ക്, പപ്പ ആഴ്ചയിലൊരിക്കലൊക്കെ വീട്ടിൽ വരത്തുള്ളൂ ജോലി കഴിഞ്ഞിട്ട്. അങ്ങനെ പിന്നെ അമ്മയും പപ്പയും ഞാനും കുഞ്ഞും ചേച്ചിയുടെ വീട്ടിലാണ്. ചേച്ചി ഇവിടെ ഇല്ല, ചേച്ചി അവരുടെ കുടുംബ വീട്ടിലാണ്. അപ്പം ഈ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നത്. ആദ്യം അങ്ങനെ ആരും ഇല്ലായിരുന്നു ഇവിടെ. പിന്നെ ഞങ്ങളാണ് ഇവിടെ താമസമൊക്കെ തുടങ്ങി. ഇപ്പോൾ ഒരുവിധം സെറ്റായി വന്നു. ഞാൻ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന യാത്രയിലാണ്. കാരണം കുറേ ദിവസം ചേച്ചിയുടെ വീട്ടിൽ നിൽക്കും, കുറേ ദിവസം എൻ്റെ വീട്ടിൽ പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഒരു പ്ലേസിൽ ഇരുന്നല്ലായിരിക്കും ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇപ്പം ഞാൻ ഇതെടുക്കുന്നത് കിച്ചണിലിരുന്നാണ്. അത് ഏട്ടൻ്റെ വീട്ടിൽ കിച്ചണിൽ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് പലയിടങ്ങളിൽ വെച്ചിട്ടാണ്. അപ്പം എനിക്ക് അത് മാത്രമല്ല, എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും പറ്റുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. എന്നാലും എനിക്ക് സമയം കിട്ടുമ്പോൾ എവിടെ ആയാലും ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നുമുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ ഉറങ്ങാതെയൊക്കെ ഇരുന്ന് ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത സമയങ്ങളുണ്ട്. പക്ഷേ പിന്നെ എനിക്കത് എന്നെ കൊണ്ട് പറ്റാതെയായി. ഹെൽത്തിനൊക്കെ അത് ബാധിച്ചു. പിന്നെയാണ് ഞാൻ യൂട്യൂബൊക്കെ വിടാമെന്ന് പറഞ്ഞ് പലപ്പോഴും ഞാൻ നിർത്തിപ്പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്ന കുറച്ച് പേരൊക്കെ എപ്പോഴും പറയാറുണ്ട് വീഡിയോ ഇടുക. പിന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ഏട്ടനാണ്. ഇത് സക്സസ് ആയില്ലെങ്കിൽ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നീ വീഡിയോസൊക്കെ ഇടുക എന്ന് എപ്പോഴും എൻ്റെ ഏട്ടൻ പറയാറുണ്ട്. അതാണ് മെയിനായിട്ട് എന്നെ ഇതുവരെ എത്തിച്ചത്. ഈ പറയുന്ന സമയത്ത് കൂടെ എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവരുടെ വീഡിയോസ് കാണാൻ പൊള്ളിയായിരിക്കും. അവരുടെ ടേബിളൊക്കെ നല്ല നീറ്റായിരിക്കും. പിന്നെ അവർ ചെയ്ത ക്രാഫ്റ്റൊക്കെ, അവർ ചെയ്ത ഓരോ കാര്യങ്ങളും ഞാൻ നിറഞ്ഞിരിക്കും. അത് പിന്നെ കാണാൻ കൊതി തോന്നും. അങ്ങനെയാണ്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എങ്കിലും ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അടിപൊളിയാക്കുന്നുണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എനിക്കൊരു അബദ്ധം കൂടെ പറ്റിയിട്ടുണ്ട്. ഈ ചാനൽ നിർത്തേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. അതിനെ പറ്റിയുള്ള കാര്യം ഞാൻ അടുത്ത വീഡിയോ പറയാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.